നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കാൻ സാധ്യത. ദിലീപ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്യും. പൾസ് സുനി അടക്കമുള്ള പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് അപ്പീൽ. വിചാരണ കോടതി വിധി വന്ന് 78ാം ദിവസമാണ് സർക്കാർ അപ്പീൽ നൽകിയത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. ജിജീഷ്, ഗുഡ് മോർണിംഗ്. വിധി വന്ന് 78ാം ദിവസമാണ് സർക്കാർ ഒരു അപ്പീൽ നൽകുന്നത്. ഇതിൽ പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ജിജീഷ്, ഹൈക്കോടതി തിങ്കളാഴ്ചയാണ് ഈ ഒരു അപ്പീൽ പരിഗണിക്കുക. സർക്കാർ ഹൈക്കോടതിയിൽ എന്തൊക്കെയാണ് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞത്? എന്തൊക്കെയാണ് ആവശ്യങ്ങൾ ഈ ഒരു അപ്പീലിൽ? ഇവിടെ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് മുഖ്യ പ്രതിയായ 8ാം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെ ദിലീപ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ്. ഇതിൽ കൃത്യമായി തന്നെയുള്ള പങ്ക് ദിലീപിനുണ്ട്. എല്ലാ കാര്യങ്ങളും പരിഗണിക്കാതെ, എല്ലാ തെളിവുകളും പരിഗണിക്കാതെ, പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച തെളിവുകൾ കൃത്യമായി പരിശോധിക്കാതെയാണ് വിധി ഉണ്ടായത്. 4 പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവുണ്ടായത് എന്ന കാര്യമാണ് ഈ ഒരു അപ്പീലിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല, നിലവിൽ ശിക്ഷ കിട്ടിയിരിക്കുന്ന പൾസ് സുനി അടക്കമുള്ള പ്രതികൾക്ക് അവർക്ക് ലഭിച്ചിരിക്കുന്ന ശിക്ഷ അത് കുറവാണ്. ബലാത്സംഗമടക്കം തെളിഞ്ഞിട്ടും അതിന് അനുസരിച്ച്, അല്ലെങ്കിൽ ആ കുറ്റത്തിൻ്റെ തീവ്രത അനുസരിച്ചുള്ള ശിക്ഷ പ്രതികൾക്ക് നൽകിയില്ല എന്ന കാര്യമാണ് പറയുന്നത്. മാത്രമല്ല, ഇതിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തയാളും ഗൂഢാലോചനയിൽ പങ്കെടുത്തയാളും തമ്മിലുള്ള കത്തിടപാടുകൾ അടക്കം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതൊന്നും തന്നെ കോടതി പ്രധാനപ്പെട്ട തെളിവായി സ്വീകരിച്ചില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത്, ആദ്യഘട്ടത്തിൽ ശിക്ഷിച്ച പ്രതികളെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ വിചാരണ ഘട്ടത്തിലുള്ള വാദങ്ങളെയെല്ലാം വളരെ വിശദമായി പരിശോധിച്ച കോടതി ദിലീപ് അടക്കമുള്ള മറ്റ് പ്രതികളെ, വെറുതെ വിട്ട പ്രതികളുടെ കാര്യത്തിൽ അത്തരത്തിൽ ആഴത്തിലുള്ള ഒരു പരിശോധന നടത്തിയില്ല. അവർക്ക് എത്രമാത്രം കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വിശദമായ പരിശോധനകളിലേക്കൊന്നും തന്നെ കോടതി കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്കും, വെറുതെ വിട്ട പ്രതികൾക്കും അവരെയും ശിക്ഷിക്കണം. ഒപ്പം തന്നെ നിലവിൽ ശിക്ഷ ലഭിച്ചിരിക്കുന്ന പ്രതികൾ, അവർക്ക് ലഭിച്ചിരിക്കുന്ന ശിക്ഷ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് വളരെ കുറവാണ്. അതുകൊണ്ട് പരമാവധി ശിക്ഷ തന്നെ അവർക്ക് നൽകണം, ശിക്ഷ വർദ്ധിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ ഈ ഒരു ഇതിൽ ഹർജിയിൽ പ്രധാനമായും ഉയർത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു കോടതി സമഗ്രമായി തന്നെ കേസ് പരിഗണിച്ചില്ല എന്ന കാര്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട്. മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ തെളിവുകൾ എന്ന് പറയുന്നത് അത് ശക്തിമത്തായ തെളിവുകളാണ്. ആ തെളിവുകളൊന്നും തന്നെ പരിഗണിക്കപ്പെട്ടില്ല. ഓരോ പ്രതികളും എങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതുമായി സംബന്ധിച്ച് കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നു. ആ തെളിവുകളാണ് കോടതിയിൽ പ്രധാനമായും ഉന്നയിക്കുകയും ചെയ്തത്. അതെല്ലാം തന്നെ, തെളിവുകളെല്ലാം തന്നെ കോടതിക്ക് മുന്നിൽ എത്തിയതാണ്. എന്നാൽ ദിലീപ് അടക്കം ഈ കേസിൽ നേരിട്ട്, അല്ലെങ്കിൽ ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട കണ്ണിയായി മാറിയിട്ടുള്ള ദിലീപ് അടക്കമുള്ള ആളുകൾക്കെതിരെ കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട തെളിവുകളൊന്നും പരിശോധിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ശിക്ഷ വർദ്ധിപ്പിക്കുകയും വെറുതെ വിട്ട ആളുകളെ ശിക്ഷിക്കുന്ന എന്ന ഒരു വിധി ഉണ്ടാകണം എന്ന കാര്യം തന്നെയാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. വളരെ വിശദമായ ഒരു വാദം തന്നെയായിരിക്കും ഇനി ഇതുമായി ബന്ധപ്പെട്ട് കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ അടക്കം നടക്കുകയും ചെയ്യുക. KP ഏതായാലും രോഹിണിയുടെ ജിജീഷ് പറഞ്ഞതുപോലെ തന്നെ 78ാം ദിവസം, ഈ ഒരു വിചാരണ കോടതിയുടെ വിധി വന്ന് 78ാം ദിവസമാണ് അങ്ങനെ ഒരു അപ്പീൽ, ഈ ശിക്ഷാവിധി ദിലീപ് അടക്കമുള്ളവരെ വെറുതെ വിട്ടതിനെതിരെ. അപ്പം പൾസ് സുനി, 1ാം പ്രതിയായിട്ടുള്ള പൾസ് സുനിക്കെതിരെ ഈ കുറ്റം, ശിക്ഷ പോരാ, കൂടുതൽ കഠിനമായി ശിക്ഷ ഉറപ്പാക്കണം എന്ന രീതിയിലുള്ള ഒരു അപ്പീൽ നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് ഈ ഒരു അപ്പീൽ കോടതി പരിഗണിക്കുകയും ചെയ്യുക.